തുടരെ പരാജയം ഉണ്ടായപ്പോഴും സുരേന്ദ്രനെ മാറ്റിയില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ സുരേന്ദ്രനെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ന് ഇ.പി. ജയരാജന്റെ ഉറ്റ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആക്കുന്നു. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം പിണറായി വിജയൻ്റെയും ബി.ജെ.പിയുടെയും പരസ്പരം കേസുകൾ സെറ്റിൽ ചെയ്ത് രാഷ്ട്രീയ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി അവിടെ രാഷ്ട്രീയമായിട്ട് ബി.ജെ.പിയെ സഹായിക്കുന്ന നിലപാട് സി.പി.എമ്മിനെ സഹായിക്കുന്ന നിലപാട് ബി.ജെ.പിയും എടുത്തുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതെയാക്കാൻ കഴിയുമോ എന്നുള്ള രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക. നോക്കൂ, ഒരു കേസ്, ഒരു സംസാരം, ഒരു ചർച്ച നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എത്രത്തെ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നു. ഇഡിയുടെ അന്വേഷണ ചുമതല ആൾക്കാരെ മാറ്റുന്നു, കേരളത്തിലെ ഇഡിയുടെ ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. ഇഡിയുടെ ഇപ്പോഴത്തെ കുറ്റപത്രം, കരുവന്നൂരിൽ ഇഡി കുറ്റപത്രം കൊടുക്കേണ്ടത് നീട്ടിവെക്കുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വേണുവിനൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, വേണുവിൻ്റെ നമ്മുടെ ഈ മാസപ്പടി കേസ് വന്ന ആ സമയത്താണ് കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രസിഡന്റ് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ചിട്ട് സാന്റാ മോണിക്ക ഉൾപ്പെടെ ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കുറേ കമ്പനികൾ, ഒരു 10ഓളം കമ്പനികൾ കൂടി വീണ വിജയന് മാസപ്പടി കൊടുക്കുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചു. അന്ന് എറണാകുളത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ ഒരു ഫോണിൽ വന്ന വാട്സപ്പ് മെസ്സേജാണ് പിന്നീട് പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ആ മാധ്യമപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തത്. അത് കാണിച്ചു കൊടുക്കുമ്പോൾ പ്രകാശ് ജാവ്ദേക്കറിൽ നിന്നുള്ള മെസ്സേജായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറാണ് സാന്റാ മോണിക്ക ഉൾപ്പെടെയുള്ള കമ്പനികൾ വീണ വിജയന് മാസപ്പടി കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം കെ സുരേന്ദ്രന് അയച്ചു കൊടുത്തത്. വേണു അതിനുശേഷം പിന്നീട് ഒരു പ്രാവശ്യമെങ്കിലും ഈ ആരോപണം ബി.ജെ.പി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് 10ഓളം കമ്പനികൾ ഈ വീണ വിജയന് മാസപ്പടി കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആരോപണം പ്രകാശ് ജാവ്ദേക്കർ തന്നെ അയച്ച മെസ്സേജ് പിന്നീട് എന്താ ബി.ജെ.പി ഏറ്റുപിടിക്കാത്തത്? അപ്പോൾ പ്രശ്നം ഇതാണ്. പ്രശ്നം പിണറായി വിജയനും ബി.ജെ.പിയും തമ്മിൽ നടക്കുന്ന സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കൊടകരയിലെ ഇത് സംബന്ധിച്ചും മഞ്ചേശ്വരം കേസിനെ സംബന്ധിച്ചും കരുവന്നൂർ കേസിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിനെ സംബന്ധിച്ചും എല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാകുന്നു, വലിയ ഒരു രാഷ്ട്രീയ അന്തർനാടകത്തിലൂടെ ഈ കേസുകളെ മുഴുവൻ, വേണു എൻ്റെ അടുത്ത് ചോദിച്ചത് ഇ.ഡി കേസ് ആവിയാവണമെന്നല്ലോ, അല്ല, ഈ പറയുന്ന മുഴുവൻ കേസുകളും ഒരു ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് വെച്ചുകൊണ്ട് ആവിയാക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ കൂടി വരുന്നതോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് ഈ കേസുകൾ ഇന്നും ഇല്ലാതെയാക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന സന്ദേശം. ശരി, ശ്രീ ബി.എൻ. ഹസ്കർ, ഇവിടെ ഇപ്പോൾ ബി.ജെ.പിയെ സംരക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഇ.ഡി പ്രവർത്തിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്ന ആരോപണങ്ങളാണ് രാജു ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടി?